കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ പയറും മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാറുണ്ട്, കിഴങ്ങും മെഴുക്ക് പുരട്ടിയൊക്കെ തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഇത് രണ്ടും കൂടി ചേർത്ത് സൂപ്പറായിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് കൊടുക്കാനും ചോറിൻ്റെയും കഞ്ഞിയുടെ കൂടെയൊക്കെ സൂപ്പറാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കണതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ചെറിയുള്ളിയും വറ്റൽമുളകും കുറച്ച് വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്ത് ഒന്ന് കഴുകി തോരൊക്കെ കളഞ്ഞ് ഒന്ന് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അതവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഉണക്കമുളകും കൂടി നമ്മൾ ഒന്ന് ചതച്ച് വെച്ചില്ലേ, അതും കൂടി ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ചതയ്ക്കുമ്പോൾ കൂടുതൽ വെള്ളത്തിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കളയണം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അല്പം കൂടി വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചതിന് ശേഷം മൂപ്പിച്ചെടുക്കാം കേട്ടോ. കൂട്ടുകാരെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇത് ചതച്ച് വെച്ചതൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ മതി, കരിയാനൊന്നും പാടില്ല കേട്ടോ. അത്യാവശ്യം ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ കിഴങ്ങ് ഇതേപോലെ നീളത്തിൽ കനം കുറഞ്ഞ് വെള്ളത്തിലിട്ട് വെള്ളം വാരാനായിട്ട് വെക്കണം. അതെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അധികം വെള്ളം ഞാൻ ചേർത്തില്ല, ആവശ്യത്തിനൊന്ന് തളിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളൂ. ആദ്യം തന്നെ നമുക്ക് കിഴങ്ങൊന്ന് വേവിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് മസാലയൊക്കെ അതിലേക്ക് ഇളകി പിടിക്കട്ടെ. അതിനുശേഷം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് പയറും കൂടി ചേർക്കുന്നുണ്ട്. ഇത്തിരി കൂടിയാലും അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ, നോക്കിയിട്ട് വേണം. എന്നാൽ കിഴങ്ങിലേക്കൊന്ന് പിടിച്ച് വരട്ടെ കേട്ടോ. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത്, ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇങ്ങനെ ആദ്യം തന്നെ നമ്മൾ കിഴങ്ങിലെ വെള്ളമൊക്കെ വലിയുന്ന രീതിയിൽ വെളിച്ചെണ്ണയിലും മസാലയിലൊക്കെ ഒന്നും ഇട്ട് വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു രുചിയാണ് കേട്ടോ. എന്നാൽ ഉടഞ്ഞും പോകണ്ട, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് വേവും വേണം. നല്ലപോലെ ഇളക്കി പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പൊക്കെ പിടിച്ചോളും. ആ മസാലയുടെ പച്ച ഫ്ലേവറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചെയ്യാം. വേണമെങ്കിൽ ഒരല്പം വെള്ളം കൂടി തളിച്ച് വെച്ച് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അടിയിലൊന്നും പിടിക്കണ്ട, ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പയറും കൂടി ചേർക്കുമ്പോൾ ഈ വേവൊക്കെ കറക്റ്റായിട്ട് വരും. ഉപ്പൊക്കെ പിടിച്ചു. ഒരു 1/4 ഭാഗത്തോളം പൊട്ടറ്റോ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി ഒന്ന് പൊട്ടിച്ചെടുത്തതാണ്, കൈ വെച്ച് ഒന്ന് പൊട്ടിച്ചെടുത്ത പയറാണ്. അച്ചിങ്ങാപ്പയർ എന്നൊക്കെ പറയുന്ന ഫ്രഷ് ആയിട്ടുള്ള പയറാവുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു രുചിയും കൂടി കിട്ടും. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എരിവ് അല്പം കുറവായതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു 2-3 പച്ചമുളക് ഒന്ന് കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. ഉണക്കമുളകിൻ്റെ എരിവ് മതിയെങ്കിൽ ഈ പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല. എരിവില്ലാത്തൊരു ഉണക്കമുളകായിരുന്നു ചതച്ചത്, ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചതച്ചതാണ്. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കൂടി ചേർത്തു. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒന്ന് വെന്ത് വരാൻ. ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചു. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിക്കൊണ്ടേയിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് വെള്ളം വലിയിച്ചെടുക്കണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ പാകണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് നോക്കി ഇളക്കി വേവിച്ചെടുക്കണം. വെള്ളം വറ്റുമ്പോഴേക്കും ഇതേപോലെ കിഴങ്ങും മസാലയും പയറൊക്കെ വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ടാവും. സൂപ്പറാണേ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, അഭിപ്രായം പറയണേ.